ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വളരെ ഇൻട്രസ്റ്റിങ്ങും ഉപകാരപ്രദവുമായിട്ടുള്ള ചാറ്റ് ജി പി ടിയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ 2 മാസമായി നമ്മൾ വളരെയധികം കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു വാക്കാണ് ചാറ്റ് ജി പി ടി എന്നുള്ളത്. ഇതിനെ സംബന്ധിച്ച് കൂടുതലായി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടാവുക ഇത് നമുക്ക് ജോലി സാധ്യത കുറയ്ക്കുമോ എന്നുള്ളതിനെക്കുറിച്ചായിരിക്കും. ഈ വീഡിയോയിലൂടെ നമ്മൾക്ക് ചാറ്റ് ജി പി ടിയെക്കുറിച്ച് വളരെയധികം അറിവും വ്യക്തതയും ലഭ്യമാകുമെന്ന് വിശ്വസിക്കുന്നു. വെൽക്കം ടു ലൈഫ് ലെസൺസ് കേരള ചാനൽ. ഈ ചാനലിൽ നമ്മൾ ബിസിനസ്, ഫൈനാൻസ്, ടെക്നോളജി, പ്രൊഡക്ടിവിറ്റി ആൻഡ് പ്രൊഡക്റ്റ് റിവ്യൂ എന്നിവയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ചാറ്റ് ജി പി ടിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ നമ്മൾ പൂർണ്ണമായും കാണാൻ മറക്കരുത്. വീഡിയോയുടെ അവസാനം നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഷീൻ ലേണിങ്ങിൻ്റെയും മറ്റു ചില ഉപയോഗങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട്. സോ പ്ലീസ് വാച്ച് ടിൽ ദ എൻഡ്. അതുപോലെ തന്നെ ഈ വീഡിയോ എത്രത്തോളം നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ചാറ്റ് ജി പി ടി എന്നാൽ ഓപ്പൺ എഐ എന്ന കമ്പനി വികസിപ്പിച്ചെടുത്ത ഒരു ലാംഗ്വേജ് മോഡലാണ്. 2021 വരെയുള്ള ലഭ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ ട്രെയിൻ ചെയ്തെടുത്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ ചാറ്റ് ജി പി ടി എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാന ഉപയോഗം ആശയവിനിമയമാണ്. അതിനാൽ ഇതൊരു ചാറ്റ് ബോട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ബോട്ട് എന്നുള്ളത് റോബോട്ടിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ്. എന്നാൽ ഇത് സാധാരണ ആശയവിനിമയ മാർഗമോ ഗൂഗിളിനെ പോലെയുള്ള ഒരു സെർച്ച് എഞ്ചിനോ അല്ല. ഇതിനെ സ്വന്തമായി ചിന്തിച്ച് മനുഷ്യനെ പോലെ ആശയവിനിമയം നടത്താനും വളരെ സങ്കീർണമായിട്ടുള്ള കാര്യങ്ങൾ ഞൊടിയിടയിൽ ഉത്തരം കണ്ടെത്താനും മനുഷ്യനെ പ്രാപ്തനാക്കാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. ഒരു കാര്യം ഉറപ്പാണ്, മനുഷ്യന് ലോകത്തിൽ ജീവിച്ചിരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയങ്ങളിൽ ഒന്നിലൂടെയാണ് നാം കടന്നു പോകുന്നത്. എന്തുകൊണ്ടാണ് നമ്മളിത് പറഞ്ഞതെന്ന് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇത്രയും കാലം മനുഷ്യൻ അവൻ്റെ തലച്ചോറ് ഉപയോഗിച്ചിരുന്നത് വിവരങ്ങൾ സൂക്ഷിക്കാനും അത് ആവശ്യമായ സമയത്ത് നമുക്ക് ഉപയോഗിക്കാനുമായിരുന്നു എന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഭാവിയിൽ മനുഷ്യൻ്റെ തലച്ചോറ് ക്രിയേറ്റിവിറ്റി അഥവാ സർഗാത്മകതയ്ക്കും അവന് സന്തോഷം പകരുന്ന കാര്യങ്ങൾക്കും ആയിരിക്കും കൂടുതൽ ഉപയോഗിക്കുക. അവൻ്റെ ഒരു 2ാം തലച്ചോറ് എന്നുള്ള നിലക്കായിരിക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ് തുടങ്ങിയവയിലൂടെ വികസിപ്പിച്ചെടുത്ത ചാറ്റ് ജി പി ടിയും മറ്റു പല ആപ്ലിക്കേഷനുകൾക്കും അവന് പ്രയോജനപ്പെടുത്തുക. ഇനി നമ്മൾക്ക് കുറച്ച് ഉദാഹരണങ്ങളിലൂടെ ചാറ്റ് ജി പി ടിയിലേക്ക് ആഴത്തിലുള്ള ഒരു അവലോകനമാകാം. ചാറ്റ് ജി പി ടിയോട് നമ്മൾ എങ്ങനെയാണ് ഒരു കേരള ഫിഷ് കറി ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ, ഫിഷ് കറിയുടെ ഇൻഗ്രീഡിയൻസും അതുപോലെ ഇൻസ്ട്രക്ഷൻസും വളരെ കൃത്യമായി തരും. നമ്മൾ സ്ക്രീനിലേക്ക് നോക്കിയാൽ അത് നമ്മൾക്ക് വേണ്ട ഒരു 1 ബിഗ് ഫിഷ്, ടൊമാറ്റോസ്, ഒനിയൻസ്, അങ്ങനെ വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും പിന്നെ അത് എങ്ങനെയാണ് നമ്മൾക്കത് ഉണ്ടാക്കുന്ന വിധവും അത് പറഞ്ഞു തരും. അതുകൂടാതെ നമ്മൾ ഒരു അനുബന്ധ ചോദ്യമായ അതൊരു വളരെ എരിവുള്ള അല്ലെങ്കിൽ ഒരു സ്പൈസി ആയിട്ടുള്ള ഡിഷാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾക്ക് ഉടനടി ഉത്തരം കിട്ടും. ചുമന്ന മുളകും പച്ചമുളകിൻ്റെയും അളവ് വ്യത്യാസം വരുത്തിയാൽ ഈ എരിവ് വ്യത്യാസം വരുമെന്നുള്ളതാണ് അതിൻ്റെ രസകരമായ ഉത്തരം. കൂടാതെ ഈ കറിയുടെ കളർ എന്താണെന്ന് ചോദിച്ചാൽ ആ കറിയുടെ കളറ് യെല്ലോ ഓറഞ്ച് ആണെന്നും അതിന് കാരണം ടർമറിക് പൗഡറുമാണെന്നും വരെ ചാറ്റ് ജി പി ടി നമുക്ക് പറഞ്ഞു തരും. ഏറ്റവും പ്രയോജനമായിട്ട് കരുതപ്പെടുന്ന ഒരു കാര്യമാണ് കോഡിംഗ് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഈ ചാറ്റ് ജി പി ടി ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്യുന്നതിന് ഒരു വലിയ കോഡിംഗ് വൈദഗ്ധ്യം ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഞാൻ ഇപ്പോൾ ഇവിടെ ചോദിക്കുന്നത് നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് C അറിയാമെന്നാണ് ചാറ്റ് ജി പി ടിയോട് ചോദിക്കുന്നത്. അപ്പോൾ ചാറ്റ് ജി പി ടി വളരെ കൃത്യമായി പറഞ്ഞുതരും, അതെ അതിലെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ച് അറിവുണ്ട് എന്ന് പറയുന്നുണ്ട്. ഉടനെ നമ്മൾ എല്ലാവരും വളരെ എളുപ്പത്തിൽ ആദ്യം കോഡ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു കാര്യമാണ് ഹലോ വേൾഡ്. അപ്പോൾ ഹലോ വേൾഡ് എങ്ങനെയാണ് നമ്മൾ സിയിൽ പ്രോഗ്രാം ചെയ്യുന്നുള്ളത് നമ്മൾ ചാറ്റ് ജി പി ടി ചോദിച്ചു നോക്കാം. ഉത്തരം ഉടനടി വന്നു കഴിഞ്ഞു. അതിൽ ആ കോഡ് ഉൾപ്പെടെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഈ വലത്തെ സൈഡിൽ കോപ്പി കോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതിൽ നമ്മൾ ആ കോഡ് എടുത്ത് കോപ്പി ചെയ്തിട്ട് കോഡിങ്ങിനെ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ആപ്പിലേക്ക് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ VS കോഡ് എന്ന് പറഞ്ഞൊരു ആപ്പിലാണ് ഞാൻ കോപ്പി ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ make_hello ബൂം, ഇതാ ഹലോ വേൾഡ് വന്നു കഴിഞ്ഞു. ഇതുപോലെ കോഡിങ്ങിനെ സംബന്ധിച്ചുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും തരുന്നതാണ്. മറ്റൊരു ഉപയോഗം പഠനാവശ്യങ്ങൾക്കും അല്ലെങ്കിൽ നമ്മൾ ലെറ്റേഴ്സിന് നമ്മൾ റിപ്ലൈ ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങളാണ്. ഉദാഹരണത്തിന് നമ്മൾ ചാറ്റ് ജി പി ടി ചോദിക്കുകയാണ് ഒരു 4 പാരഗ്രാഫ് എസ്സേ, ഹിമാലയത്തെക്കുറിച്ചൊരു 4 പാരഗ്രാഫ് എസ്സേ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞു. ഉടനടി ഹിമാലയത്തെക്കുറിച്ച് 4 പാരഗ്രാഫ് ഒരു എസ്സേ വന്നു കഴിഞ്ഞു. അതെല്ലാം വളരെയധികം വിജ്ഞാനം ഉൾക്കൊള്ളുന്ന എസ്സേ ആണ്. വളരെയധികം നല്ല രീതിയിൽ ഫ്രെയിം ചെയ്തിട്ടുള്ളൊരു എസ്സേ ആണ്. ഇനി നമ്മൾ ഒരു ബുക്ക്, ആൽക്കമിസ്റ്റ് എന്നൊരു ബുക്ക് 4 ലൈനിൽ സമ്മറി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഇതാ ഉടനടി സമ്മറി വന്നു കഴിഞ്ഞു. ഇതിൽ 4 ലൈനിലല്ല 4 സെൻറ്റൻസിലാണ് ചാറ്റ് ജി പി ടി ഇത് സമ്മറൈസ് ചെയ്തിരിക്കുന്നത്. ഇനി കേരളത്തിൻ്റെ ക്യാപിറ്റൽ സിറ്റി ഏതാണെന്ന് ചാറ്റ് ജി പി ടിയോട് ചോദിച്ചാലോ? ഉടനടി ഉത്തരം വന്നിരിക്കുന്നത് തിരുവനന്തപുരം എന്നാണ്. ഇത്രയുമൊക്കെ അറിയുന്ന ചാറ്റ് ജി പി ടിക്ക് മലയാളം അറിയാമോ? നമ്മൾ ഇതേ ചോദ്യം തന്നെ മലയാളത്തിൽ ഉത്തരം തരാമോ എന്ന് ചാറ്റ് ജി പി ടിയോട് ചോദിച്ചു നോക്കാം. ഇതാ ഉത്തരം വന്നു. മലയാളത്തിൽ തിരുവനന്തപുരം എന്ന് ബ്രാക്കറ്റിൽ ഇംഗ്ലീഷിലും തിരുവനന്തപുരം എന്ന് എഴുതിയിട്ട് ചാറ്റ് ജി പി ടിയുടെ ഉത്തരം വന്നു. ചാറ്റ് ജി പി ടിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഓപ്പൺ AI എന്ന് പറയുന്ന കമ്പനിയുടെ മെഷീൻ ലേണിംഗിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ഉപയോഗം. അവരുടെ മറ്റൊരു ആപ്ലിക്കേഷനാണ് ഡാലി. ഡാലി 2 ആണ് ഇപ്പോൾ ഉപയോഗത്തിലുള്ളത്. ഇതിൽ തുടക്കത്തിലെ 50 പിക്ചറുകൾ ഫ്രീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അത് നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് നമുക്ക് നോക്കാം. നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വളരെ കൃത്യവും വ്യക്തമായിട്ടുള്ള ചിത്രങ്ങൾ ഡാലി നമുക്ക് തരും. അത് നമുക്ക് ഏതൊരു രീതിയിൽ മോഡലിലും ഉപയോഗിക്കാൻ കഴിയും. ഉദാഹരണത്തിന് പെൻസിൽ ഡ്രോയിങ്ങോ ഓയിൽ പെയിൻറ്റിങ്ങോ വാട്ടർ കളറോ എന്ത് തന്നെ ആയിരിക്കട്ടെ, അതെല്ലാം ഡാലി നമുക്ക് തരും. ആദ്യമായിട്ട് നമുക്ക് ഒരു ടെഡി ബെയർ എങ്ങനെ ഒരു ഗോയിങ് ഫോർ എ ഷോപ്പിംഗ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് ഡാലി നമുക്ക് 4 പിക്ചറുകൾ ഇവിടെ തരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു വലിയ ഉപയോഗമുണ്ട്. ആദ്യം നമുക്കൊരു ടെഡി ബിയറിനെ ഉണ്ടാക്കണം. പിന്നെ അതൊരു ഷോപ്പിങ്ങിൽ പോകണം. അപ്പം ഷോപ്പിങ്ങിൻ്റെ ഒരു ബാസ്ക്കറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ടെഡി ബിയർ ഉണ്ട്, ഷോപ്പിംഗ് ഉണ്ട്, വാക്കിംഗ് ഉണ്ട്, ഒരു ഷോപ്പിംഗ് മോള്, ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണം. ഇതെല്ലാം ഒരു വളരെ നല്ല രീതിയിൽ ഈ ഡാലി എന്ന ആപ്ലിക്കേഷനിലൂടെ ഓപ്പൺ AI നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇനി നമുക്കൊരു നാച്ചറിനെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെയാണ് ലില്ലി ഫ്ലവർ ഇൻ എ ഗാർഡൻ നോക്കൂ. ഈ പിക്ചറുകൾ വളരെ ഒറിജിനാലിറ്റിയുള്ള പിക്ചറുകളാണ്. പക്ഷേ ഇതെല്ലാം വരച്ചെടുത്ത ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ വരച്ചെടുത്ത പിക്ചറുകളാണ്. ഇതൊരു ഫോട്ടോ അല്ല. ഇനി നമുക്ക് ഒരു പെൻസിൽ ഡ്രോയിങ് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ക്യാറ്റ് സിറ്റിംഗ് അണ്ടർ എ ട്രീ പെൻസിൽ ഡ്രോയിങ് എന്നുള്ളതാണ്. വളരെ മനോഹരമായിട്ടുള്ള ക്യാറ്റ് ഇരിക്കുന്ന ഒരു പിക്ചർ നമുക്ക് 4 ഓപ്ഷൻസാണ് നമുക്ക് സാധാരണ തരിക. അതിൽ ഏറ്റവും നല്ലത് നമുക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഇനി നമുക്കൊരു വാട്ടർ കളർ എങ്ങനെയാണ് ഡാലി തരാൻ നോക്കാം. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് ഫോക്സ് വാക്കിംഗ് ത്രൂ ദ വുഡ്സ് വാട്ടർ കളർ എന്ന് കൊടുക്കുമ്പോൾ ശരിക്കും വാട്ടർ കളർ പിക്ചറിനെ പോലെ തോന്നിപ്പിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ വികസിപ്പിച്ചെടുത്ത പടങ്ങളാണ്. ഇവയെല്ലാം വളരെയധികം നമുക്ക് ഡിസൈനിങ്ങിലും അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റിയും ഒരുപാട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആപ്ലിക്കേഷനുകളാണ്. ചാറ്റ് ജി പി ടിയുടെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ഈ ഡിസ്കഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മളുടെ ചാനൽ ലൈഫ് ലെസൺസ് കേരള ചാനലിലെ മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. ബൈ.